ക്ലാസ് 3-ലെ ഇംഗ്ലീഷിന്റെ യൂണിറ്റ് 1. യൂണിറ്റ് 1ന്റെ പേരെന്തായിരുന്നു? ടെൻഡർ ടച്ച് അല്ലേ? അപ്പോൾ ആ പാഠത്തിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പേജ് നമ്പർ 21-ലാണ് ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്. ആക്ടിവിറ്റി 1. Identify the rhyming words and give the same color to each pair. Rhyming words കണ്ടെത്തി എന്ത് ചെയ്യണം? ഓരോ ജോഡിക്കും ഒരേ നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ചേരുന്ന റൈമിംഗ് വേർഡ്സ് നമ്മൾ നോക്കണം. ആദ്യത്തെ ഏതാണ്? ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. അതേതാണ്? ഫ്രൗൺ. ഫ്രൗണിന് ചേരുന്ന ഏത് വാക്കാണ്? ഡൗൺ. പിന്നെ ഹോൾഡ്, യെല്ലോ കളറിൽ വന്നിരിക്കുന്ന ഏതാണ്? ഹോൾഡ്. അപ്പോൾ നമ്മൾ ഏതാണ് ചേർക്കേണ്ടത്? ഏതാണ് മാച്ചിങ് ആയിട്ടുള്ള ജോഡി? ഗോൾഡ് അല്ലെ? രണ്ടിനും അപ്പൊ എന്ത് ചെയ്യണം? യെല്ലോ കളറ് അടിക്കണം. ഹോൾഡിനും ഗോൾഡിനും നമ്മൾ യെല്ലോ കളറ് അടിക്കണം. അടുത്ത ഏതാണ്? ഹാൻഡ്. ഹാൻഡിന് ചേരുന്ന ഏതാണ് റൈമിംഗ് വേർഡ് വന്നിരിക്കുന്നത്? അണ്ടർസ്റ്റാൻഡ്. ഏതാണ്? അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിനും ഹാൻഡിനും എന്ത് കളർ ആയിരിക്കണം? ബ്ലൂ കളറ് ആയിരിക്കണം. ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ തന്നിരിക്കുന്ന ക്ലൂകൾ, സൂചനകൾ ഉപയോഗിച്ച് അവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ബോക്സിൽ ഒരുപാട് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് വേണം നമ്മൾ ലൈൻസുകൾ എഴുതാൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. അടുത്തതാണ്? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. അതുപോലെ നമ്മൾ ബാക്കി വേർഡ്സുകൾ എഴുതണം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ, അടുത്തേത് കൊടുക്കാം നമുക്ക്? ട്രീ അല്ലേ? സ്വയിങ് ഇൻ ദ വിൻഡ്. അടുത്ത ലൈനോ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിങ് ഓൺ ദ റിവർ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. അങ്ങനെയാണത് വരുന്നത്. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? ഡു യു ഹെൽപ്പ് യുവർ പേരൻസ്? ഹൗ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്തു ചെയ്യുന്നു? അപ്പം എന്ത് എഴുതാം? മൈ മദർ ക്ലീൻസ് ദ ഫാൻ. അപ്പോൾ ആ പിക്ചറിലെ വെച്ചാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. മൈ മദർ ക്ലീൻസ് ദ ഫാൻ. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? ഫാദർ എന്ത് ചെയ്യുകയാണ്? നോക്കിക്കേ, പടത്തിൽ നോക്കിക്കേ. മൈ ഫാദർ കുക്സ് ഇൻ ദ കിച്ചൺ. ഡു യു ഹെൽപ്പ് യുവർ പേരൻസ്? ഹൗ? അപ്പൊ നിങ്ങള് അച്ഛനെയും അമ്മയെയും സഹായിക്കാറുണ്ടോ? എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ഓരോരുത്തരും എഴുതണം. എങ്ങനെ എഴുതാം? യെസ്, ഐ ഹെൽപ്പ് മൈ പേരൻസ്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി എഴുതുക. ഐ വാഷ് പ്ലേറ്റ്സ് അറ്റ് ഹോം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ഐ ക്ലീൻ അറ്റ് ഹോം. പിന്നെന്താണ്? അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണം അവിടെ എഴുതാൻ വേണ്ടി. ആക്ടിവിറ്റി 4. റൈറ്റ് സാഷാസ് തോട്ട്സ്. തോട്ട്സ് എഴുതാൻ വേണ്ടിയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്? എന്താണ്? സാഷ എന്താണ്? ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം നൽകി അല്ലേ? പക്ഷേ പെൺകുട്ടി അത് സ്വീകരിക്കാതെ എന്ത് ചെയ്തു? ഓടിപ്പോയി. അപ്പോൾ സാഷ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചതെന്ന് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഐ ഫീൽ. അപ്പൊ സാഷയ്ക്ക് എന്തായിരിക്കും തോന്നിയത്? വിഷമമായിരിക്കും അല്ലേ? ഐ ഫീൽ സാഡ്. വൈ ഡിഡ് നോട്ട് ഷീ അക്സെപ്റ്റ് ഉണ്ണിയപ്പം? ഉണ്ണിയപ്പം അവൾ സ്വീകരിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? ഷുവർ ഷീ ഈസ് എ പുവർ ഗേൾ. അവളൊരു പുവറായിട്ടുള്ള ഗേളാണ്. ഷീ മേ ബി ഷൈ ടു അക്സെപ്റ്റ് ഇറ്റ്. അവൾക്ക് ഇത് സ്വീകരിക്കാൻ എന്താണ്? നാണം കാണും ചിലപ്പോൾ. പിന്നെന്താണ്? മേ ബി ബിക്കോസ് ഐ ആം എ സ്ട്രേഞ്ചർ ടു ഹെർ. ചിലപ്പോൾ അതായിരിക്കുമല്ല, കാരണം ചിലപ്പോൾ അവൾക്ക് ഞാനൊരു അപരിചിതയായിരിക്കും അല്ലെ, പരിചയമില്ലാത്ത ആളായതുകൊണ്ടായിരിക്കാം. പെർഹാപ്സ് ഹെർ മദർ മേ സ്കോൾഡ് ഹെർ ഫോർ റിസീവിങ് ഉണ്ണിയപ്പം ഫ്രം എ സ്ട്രേഞ്ച് ഗേൾ. ചിലപ്പോൾ എന്താണ്? അവളുടെ അമ്മ ഇങ്ങനെ അപരിചിതയായിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഉണ്ണിയപ്പം വാങ്ങിച്ചാൽ വഴക്ക് പറയുമായിരിക്കാം. ഷുവർ ഐ വിൽ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹെർ. ഉറപ്പായിട്ട് ഞാൻ അവളുമായിട്ട് എന്തായാലും
കൂട്ടുകൂടും അല്ലേ. ഐ വിൽ ഗോ ടു ഹെർ ഹോം, അവളുടെ വീട്ടിൽ ഞാൻ പോകും. ഐ വിൽ ടെൽ മൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു ഹെൽപ്പ് ഹെർ ഇഫ് ഷീ ഈസ് ഇൻ നീഡ് അല്ലേ. അവളുടെ കാര്യം ആരോടൊക്കെ പറയും? പേരൻസിനോടും ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞ് അവളെ ഞാൻ ഉറപ്പായിട്ടും സഹായിക്കും അല്ലേ. ഇതൊക്കെ ആയിരിക്കാം സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആയിട്ട് ഇതുപോലെ ഏകദേശം വരുന്ന രീതിയിൽ എഴുതുക. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ എഴുതാനുള്ളതാണ്. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. അപ്പം കവിതയെക്കുറിച്ച് സാഷ ആരോടാ പറഞ്ഞത്? അനു ടീച്ചറിനോട് പറഞ്ഞല്ലേ. അപ്പൊ സാഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. അപ്പോൾ അവര് എന്താണ് വീട്ടിൽ അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്താണ് ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ടീച്ചർ എന്തായിരിക്കാം ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? എ ഗേൾ, ഹൂ ഈസ് ഷീ, വെർ ഡിഡ് യു സീ ഹർ. എന്താണ്? ഒരു പെൺകുട്ടിയോ, ആരാണ് അവൾ, എവിടാണ് കണ്ടത്? അപ്പോൾ എന്തായിരിക്കും പറഞ്ഞത്? നവീൻ, ആൻഡ് ഐ സോ ഹർ ബിഹൈൻഡ് ദ ബുഷസ്, ഷീ വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ് യു തോട്ട് അസ്. എന്താണ്? അവരെ കുറ്റിക്കാടിന് പുറകിലായിട്ടാണ് കണ്ടത് അല്ലേ. അവൾ എന്ത് ചെയ്യുമായിരുന്നു? അവളുടെ ബ്രദറിനെ തൊട്ടിലാട്ടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഏത് പാട്ടും പാടിക്കൊണ്ടാണ് ഇരുന്നത്? ടീച്ചർ പഠിപ്പിച്ച ആ സോങ്ങും പാടി അവൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ടീച്ചർ ചോദിക്കുക? ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്. അവൾ എങ്ങനെയാണ് ആ പാട്ട് പഠിച്ചത് അല്ലേ. യെസ്റ്റർഡേ ഐ സോ ഹർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് അവർ ക്ലാസ്, ഷീ ഈസ് എ പുവർ ഗേൾ ടീച്ചർ. അപ്പോൾ സാക്ഷി എന്താണ് പറഞ്ഞത്? ഇന്നലെ ഞാൻ അവളെ കണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് റൂമിന്റെ വാതുക്കൽ നിൽക്കുന്നത് അല്ലേ. അവളൊരു പുവർ ഗേൾ ആണ്. ഓ ഐ സീ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ടു സ്കൂൾ. എനിക്ക് തോന്നുന്നു അവൾക്ക് സ്കൂളിൽ വരണമെന്നാണ്. അപ്പോൾ സാക്ഷി എന്തായിരിക്കും പറയുക? ഐ ഓൾസോ തിങ്ക് സോ, ഷീ ഈസ് ബ്രില്യൻ, ക്യാൻ വി ഹെൽപ്പ് ഹെർ ടു സ്റ്റഡി. എനിക്ക് തോന്നുന്നത് അവള് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, നമുക്ക് അവളെ സഹായിച്ചാലോ. അപ്പൊ ടീച്ചർ എന്തായിരിക്കും പറയുക? ഡോൺ വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. വിഷമിക്കേണ്ട, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്, പക്ഷെ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ കോൺവെർസേഷൻ അവസാനിക്കുന്നത്. ആക്ടിവിറ്റി 6 മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. അപ്പൊ മിസ് അനുപമ എന്താണ്? ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഉചിതമായ സംഭാഷണങ്ങൾ തിരഞ്ഞെടുത്ത് ചാറ്റ് ബോക്സ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ. ആദ്യമേ എന്താണ്? ഹെഡ് മാസ്റ്റർ. പിന്നെ താഴെ എന്തായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്? ഹലോ സാർ എന്ന് പറയും. അപ്പോൾ ഹി, അപ്പം ഹെഡ് മാസ്റ്റർക്ക് ഉറപ്പായിട്ടും ടീച്ചറിനെ അറിയാം അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഹി അനുപമ ടീച്ചർ. ടുഡേ 2 of our students came to me. അടുത്ത എന്താണ്? ഹൂ വേർ ദേ, ആരാണ്? സാഷ ആൻഡ് നവീൻ. വൈ ഡിഡ് ദേ കം, എന്തിനാണ് അവർ വന്നത്? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂള്. ഓ നോ ഇഷ്യൂസ്, വി ഷാൾ ഡു ഇറ്റ്, താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് എന്താണ്? താങ്ക് യു സോ മച്ചും പറയുക. ആക്ടിവിറ്റി 7 put a tick mark against the pictures that reflect acts of kindness and comment on them. അപ്പോൾ കാരുണ്യ പ്രവർത്തികളെയൊക്കെ സൂചിപ്പിക്കുന്ന ആ ചിത്രങ്ങൾക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടിക്ക് ഇടാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കുറിപ്പും തയ്യാറാക്കാനാണ്. അതിന്റെ താഴെ കൂടെ ഏതൊക്കെയാണോ കാരുണ്യ പ്രവർത്തികൾ അതിന്റെ താഴെ ചെറിയൊരു സെനൻസ് പോലെ അത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ നോക്കിക്കേ. ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ബോയ് ഹെൽപ്പ് ചെയ്യാണ് അല്ലേ. ഒരു പ്രായം ചെന്നയാളെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അത് കാരുണ്യ പ്രവൃത്തിയാണോ? അതെ അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മള് ടിക്ക് ഇടണം. ആ ഫസ്റ്റ് പിക്ചറിന് ടിക്ക് ഇടുക. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്? എ ബോയ് ഹെൽപ്സ് ദ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്. സെക്കൻഡ് പിക്ചർ എന്താണ്? സൈക്കിൾ ഓടിക്കുന്നതാണ്. അത് അങ്ങനത്തെ ആണോ? കൈൻഡ്നെസ് ആക്ട് ആണോ? അല്ല അല്ലേ. തേർഡ് പിക്ചർ നോക്കിക്കേ. അവർ ഹരാസ് ചെയ്യുകയും സന്തോഷിക്കുകയും വഴക്കുണ്ടാക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെയാണ് ഒരു പിക്ചർ. അത് കൈൻഡ്നെസ് ആണോ? അല്ല അല്ലേ.
ഇനി ഫോർത്ത് പിക്ചർ നോക്കിക്കേ. ഫോർത്ത് പിക്ചർ എന്താണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് TV കാണുന്നതാണ് അല്ലേ? അതോ? അല്ല. ഇനി ഫിഫ്ത്ത് പിക്ചർ നോക്കിക്കേ. ഒരു പെൺകുട്ടി യാചകന് വെള്ളം കൊടുക്കുന്നതിന്റെ ഒരു പിക്ചറാണ് കൊടുത്തത്. അപ്പൊ അത് എന്ത് വിഭാഗത്തിൽ പെടും? ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്സിൽ വരും അല്ലെ? അപ്പോൾ അവിടെ എന്താണ്? എ ഗേൾ ഗീവ്സ് വാട്ടർ ടു എ ബഗർ. അപ്പോൾ അതിന് ടിക്ക് ഇടുക. ഇനി ലാസ്റ്റ് പിക്ചർ നോക്കിക്കേ. ലാസ്റ്റ് പിക്ചർ എന്താണ്? ഒരു പട്ടിക്കുട്ടി, മുറിവ് പറ്റിയ ഒരു പട്ടിക്കുട്ടിയെ ഒരു ബോയ് സഹായിക്കുകയാണ് അല്ലെ? അപ്പൊ അതും ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആണ്. അപ്പൊ എന്ത് എഴുതാം? എ ബോയ് കെയർസ് ആൻ ഇൻജുർഡ് പപ്പി. Activity 8. Some events of the story are given below. Write them in order. അപ്പോൾ എന്താണ്? കഥയിലെ സ്റ്റോറിയിലെ ചില സംഭവങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാഠഭാഗത്തെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ആൻസർ എഴുതുന്നത്? ആദ്യം ഏത് എഴുതാം? നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. സെക്കൻഡ് ഏത് വരും? സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. തേർഡ് ഏതാണ് വരുന്നത്? കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ. നെക്സ്റ്റ് ഏതാണ് വരുന്നത്? സാഷ ഗവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ലാസ്റ്റ് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അപ്പൊ ചിത്രത്തിൽ കാണുന്ന രംഗം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇതും പരീക്ഷയ്ക്ക് നിങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം പഠിക്കണം കേട്ടോ. ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് എന്താണേലും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ അത് നന്നായി ആക്ടിവിറ്റീസുകൾ പഠിച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് പിക്ചറിൽ കാണുന്നത്? നമുക്ക് എഴുതാം. കവിത, ഹെർ മദർ ആൻഡ് ലിറ്റിൽ ബ്രദർ ലീവ് ഇൻ എ ടെന്റ് അല്ലെ? അവർ ഒരു ടെന്റിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ടെന്റിന്റെ പിക്ചറൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? കവിതാസ് മദർ കുക്സ് ഫുഡ് ഇൻ എ ടെമ്പററി ഫയർ പ്ലേസ് ബിൽറ്റ് അണ്ടർ എ ട്രീ അല്ലെ? ഒരു വെറുതെ ഉണ്ടാക്കിയ ഒരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടുപ്പിലാണ് അവര് തീ കത്തിക്കുന്നത്. എവിടെയാണ്? ഒരു മരത്തിന്റെ അടിയിൽ അല്ലെ? ഹെർ ലിറ്റിൽ ബ്രദർ സ്ലീപ്സ് ഇൻ ദ ക്രാഡിൽ ഹങ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അതിന്റെ ലിറ്റിൽ ബ്രദർ എവിടെയാണ്? കവിതയുടെ ബ്രദർ എവിടെയാണ്? തൊട്ടിലിൽ ഉറങ്ങുകയാണ്. എവിടെയാണ്? മരത്തിന്റെ കൊമ്പിലാണ് തൊട്ടില് കെട്ടിയിരിക്കുന്നത് അല്ലെ? കവിത സ്റ്റാൻഡ്സ് നിയർ ദ ഫയർ പ്ലേസ്. കവിത എവിടെയാണ്? തീ കത്തിക്കുന്നതിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഷീ ലുക്സ് അറ്റ് ഹെർ മദർ ആൻഡ് ടോക്സ് സംതിങ്. അവൾ അവളുടെ അമ്മയെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. അവള് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എ ക്യാറ്റ് ലൈസ് അറ്റ് ദ ഫൂട്ട് ഓഫ് ഹെർ മദർ അല്ലെ? അമ്മയുടെ കാലിന്റെ അടുത്ത് എന്താണ്? ഒരു പൂച്ചക്കുട്ടി കിടപ്പുണ്ട്. എ ഡോഗ് സ്റ്റാൻഡ്സ് ബിഹൈൻഡ് ദ ഗേൾ. ഒരു നായ്ക്കുട്ടി അവിടെ നിൽപ്പുണ്ട് അല്ലെ? ആരുടെ അടുത്താണ് നിൽക്കുന്നത്? കവിതയുടെ പുറകിലായിട്ട് നിൽപ്പുണ്ട്. ആക്ടിവിറ്റി 10. റീഡ് ദ സെന്റൻസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ യോജിച്ച ഇമോജികളുമായിട്ട് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കേ. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. അപ്പോൾ ഏത് ഇമോജിയാണ് വരുന്നത്? ഏതായിരിക്കും വരുന്നത്? സി. ഓപ്ഷൻ സി ആണ് വരുന്നത്. സാഷ ആൻഡ് നവീൻ ബിക്കം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. അപ്പോൾ ഏതാണ് വരുന്നത്? എ. സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ്. അപ്പോൾ ഏത് ഇമോജിയാണ് വരുന്നത്? ബി ആണ് വരുന്നത്. ആക്ടിവിറ്റി 11. സോൾവ് ദ പസിൽസ്. അപ്പൊ അത് പ്രശ്നം പരിഹരിക്കാനാണ്. അപ്പൊ ആദ്യത്തേത് ഡൗണിലേക്കാണ്. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ എങ്ങോട്ടാണ് എന്നും പോകുന്നത്? പഠിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിലേക്ക് അല്ലെ? അപ്പൊ സ്കൂളിന് എഴുതുക. എ ഡ്രസ് ഫോർ ഗേൾസ്. ഏതായിരിക്കും വരുന്നത്? ഡ്രസ് ഏതാണ്? ഗേൾസിന്റെ ഡ്രസ് ഏതാണ്? സ്കേർട്ട്. ഏതാണ് വരുന്നത്? സ്കേർട്ട്. എസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ട് എന്ന് എഴുതുക. തേർഡ് എന്താണ്? എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ് യു വെൽ. നമ്മളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ആരായിരിക്കും? എഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫ്രണ്ട്സ്. ടച്ച്ഡ് ജെന്റിലി. ഏതാണ് വരുന്നത്? പാറ്റഡ്. പാറ്റഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ് അല്ലെ? പാറ്റഡ്. ഇനി അക്രോസ് നേരെ പൂരിപ്പിക്കാനുള്ള ഏതൊക്കെയാണ്? ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. ഏതാണ് വരുന്നത്? ക്യൂരിയസ്.
എ സ്വിങ്ങിങ് ബേബി ബെഡ്. ഏതാണ് ബേബിയുടെ ബെഡ്? ഏതാണ്? ക്രാഡിൽ. ഏതാണ്? ക്രാഡിൽ. Activity 12. Look at the picture and make a list of things in the kitchen. Write them below. Visit your kitchen and add more items to the list. അപ്പോൾ അവിടുത്തെ പിക്ചർ നോക്കിയിട്ട് കിച്ചണിലുള്ള സാധനങ്ങളുടെ ഒരു ടേബിൾ തയ്യാറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ പേരും അതിനകത്ത് എഴുതാവുന്നതാണ്. സ്പൂണ്, പ്ലേറ്റ്, ബൗൾ, പ്രഷർ കുക്കർ, റൈസ് പോട്ട്, സ്പാച്ചുല, kettle, kitchen, stove, knife, fork, frying pan, rolling pin, grinding stone, ladle, strainer, scoop, mortar and pestle, string, hoppers, grater, wok, earthenware, sieve, clay pan, scraper അല്ലെങ്കിൽ ചിരവ, ഫ്ലോർ ക്ലീനർ, ബക്കറ്റ്, സ്റ്റീം പോട്ട്, ഹെർത്ത്, മോപ്പ്. ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതാം. പിക്ചറിലുള്ളത് മാത്രം എഴുതണമെന്നില്ല. മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളതും കൂടെ കൂട്ടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 13. ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദിസ് ആൻഡ് മേക്ക് ആൻ ആൽബം എന്നാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന അടുക്കള ഉപകരണങ്ങള്, ഭക്ഷണ സാധനങ്ങള്, ഭക്ഷണത്തിൽ ചേർക്കുന്നത് എന്താന്ന് എന്നിങ്ങനെ തരംതിരിച്ച് നമ്മൾ പട്ടികപ്പെടുത്തണം. എന്നിട്ട് അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ 3 വിഭാഗമായിട്ട് അത് തിരിച്ച് നമ്മൾ എഴുതണം. കിച്ചൺ യൂട്ടൻസിൽസിനകത്ത് ഏതൊക്കെയാണ് പെടുന്നത്, ഫുഡ് ഐറ്റംസിൽ, ഫുഡ് ഇൻഗ്രീഡിയൻസിൽ ഏതൊക്കെയാണ് പെടുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് നോക്കി എഴുതിയെടുക്കുക. ആക്ടിവിറ്റി 14. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? അപ്പൊ എന്താണ്, അമ്മയെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിൽ കൊണ്ടുപോകാൻ എടുത്തോട്ടെ, സാഷ ചോദിച്ചു. അപ്പം കൂട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അത് വേണം അവിടെ എഴുതണം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ pen and pencil with my friends. I would like to share my eraser and pencil cutter with my friends. I would like to share my favorite pictures with my friends. I would like to share sweets and cake on my birthday with my friends. I would like to share name slip with my friends. എന്ത് വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ എഴുതുക. ആക്ടിവിറ്റി 15. ക്വസ്റ്റ്യന്റെ ആൻസറുകൾ എഴുതണം. അവിടെ ഓരോ രംഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? സാഷയുടെ അമ്മ എന്താണ് ചെയ്തത്? സാഷാസ് മദർ വോക്ക് ഹർ അപ്പ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? സാഷയുടെ അച്ഛൻ എന്ത് ചെയ്യായിരുന്നു? സാഷാസ് ഫാദർ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിഡ് സാഷ ഡു? സാഷ എന്താണ് ചെയ്തത്? സാഷ ഗേവ് ഉണ്ണിയപ്പം ടു ഹർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്. ഫോർത്ത് എന്താണ്, ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? വാതിലിനരികിൽ സാഷ ആരെയാണ് കണ്ടത്? സാഷ സോ എ ഗേൾ നിയർ ദ ഡോർ. വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? സാഷയും നവീനും എന്താണ് കേട്ടത്? സാഷ ആൻഡ് നവീൻ ഹെard someone singing a song. സിക്സ്ത് എന്താണ്, വാട്ട് ഡിഡ് സാഷ ഗേവ് കവിത? സാഷ കവിതയ്ക്ക് എന്താണ് കൊടുത്തത്? സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സെവൻത് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്? ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. എയ്ത്ത് എന്താണ്, എവരിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എല്ലാവർക്കും സന്തോഷമായി. എന്തുകൊണ്ട്? എവരിബഡി ബിക്കെയിം ഹാപ്പി സീയിങ് ദ സ്മൈലിംഗ് ഫേസ് ഓഫ് കവിത. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 16. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ എന്താണ്, ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളോട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഒരു പെൺകുട്ടിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിടുക ആദ്യം, എന്നിട്ട് അത് വെച്ച് എഴുതുക. എങ്ങനെയാണ്? വൺസ് ദെയർ ലിവ്ഡ് എ പൂവർ ഗേൾ
named. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. Sandra and her sister Sona. Sandra went to the garden of a kind rich man in the countryside to get some fruits for her family. She collected different types of fruits in her basket. Sandra was very happy. She hurried home with the basket full of fruits on her head and a heart full of dreams. She had to cross the woods to reach home. On the way, an elephant stretched its trunk and took an apple from the basket. A monkey on the branch of a tree took the banana from her basket. A wild buffalo ate the pineapple. The remaining fruit was pecked by a parrot. She walked in her daydreams without knowing what had happened. Then Sandra reached under a mango tree full of ripe mango fruits. A goat that ran towards the mango tree, hit on it with its head. The tree was shaken and a lot of mango fruits fell down. Sandra's basket got filled with mangoes. When she reached home, Sandra and her sister Sona were wonderstruck to see the basket full of mangoes. അപ്പോൾ ആ പിക്ചർ വെച്ച് ഒരു ജസ്റ്റ് ഒരു മോഡലിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക. ആക്ടിവിറ്റി 17 വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. സാഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ or mother cooking? Have you ever cooked something? Prepare a cookery video with your audio commentary. Send it to your teacher. അപ്പോൾ സാക്ഷിയുടെ അച്ഛൻ എന്തെടുക്കുമായിരുന്നു? ഉണ്ണിയപ്പം ഉണ്ടാക്കുമായിരുന്നു അല്ലേ? അപ്പോൾ അച്ഛനും അമ്മയും പാകം ചെയ്യുന്നതൊക്കെ നമ്മളോട് കണ്ടിട്ടുണ്ടോ? അപ്പം നിങ്ങൾ ആരെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു കുക്കറി വീഡിയോ, കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എന്ത് ചെയ്യണം? ഓഡിയോ കമൻട്രിയോട് കൂടി തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല എന്നു അടുത്തത് എന്താണ്? ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻ ഓഡിയോ ക്ലിപ്പ് നറേറ്റിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇവന്റ് സച്ച് ആസ് പ്രവേശനോത്സവം, ഒബ്സർവിംഗ് സ്പെഷ്യൽ ഡേയ്സ് ലൈക്ക് വേൾഡ് എൻവിറോൺമെന്റ് ഡേ, ഇംഗ്ലീഷ് അസംബ്ലി held in your school. You may also create an audio clip about the books you have read in connection with the reading day celebration. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം, ലോക പരിസ്ഥിതി ദിനം, ഇംഗ്ലീഷ് അസംബ്ലി എന്നിവയിൽ ഏതെങ്കിലും സംഭവം വിവരിച്ചു ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആ വായന ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ച പുസ്തകത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ പറയും. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.